ബൈപാപ്പ് മെഷീൻ എന്താണെന്നുള്ളത്. ബൈപാപ്പ് മെഷീന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ബൈപാപ്പ് മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹായ്, ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബൈപാപ്പ് മെഷീൻ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ബൈപാപ്പിൽ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്. അതിന്റെ സ്പെസിഫിക്കേഷനും അതുപോലെ അതിന്റെ മോഡുകൾ, അതിന്റെ പ്രഷറൊക്കെ അനുസരിച്ച് പല മോഡലുകൾ വരുന്നുണ്ട്. ഓരോ കമ്പനിക്കും ഡിഫറെന്റ് മോഡലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് തന്നെ ഡിഫറെന്റ് കുറെ ഒരു സീരീസിൽ തന്നെ പല മോഡലുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞ് സീരീസിലെ ഒരു മെഷീൻ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് സൗണ്ട് സ്ലീപ്പ് സീരീസിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ലുക്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും. കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് മോഡലുകൾ ഇവർക്ക് ഇതിലുണ്ട് ഈ സീരീസിൽ തന്നെ. നമുക്ക് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിപാപ്പ് മെഷീൻ, ഇവരുടെ സിപാപ്പും ബൈപാപ്പും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് സിപാപ്പ് മാത്രമായിട്ടുള്ള മെഷീനും സിപാപ്പും ഓട്ടോമാറ്റിക് ഉള്ള മെഷീൻ വരുന്നുണ്ട് ഇവരുടെ. അതുപോലെ തന്നെ ബൈപാപ്പിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഡിഫറെന്റ് മോഡലുകളുണ്ട്. കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊരു അഡ്വാൻസ്ഡ് മോഡലാണ് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ ഡിവൈസ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സിപാപ്പ് ചെയ്യാം, ഓട്ടോമാറ്റിക് സിപാപ്പ് ചെയ്യാം. അതുപോലെ ബൈപാപ്പില് തന്നെ എസ് മോഡ്, ടി മോഡ്, എസ് ടി മോഡ്, പിന്നെ ടി സി വരുന്നത്, ടി വാക്സ്, പിന്നെ ബൈപാപ്പ് ഓട്ടോമാറ്റിക്. ഇത്രയും മോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓൾ ഇൻ വൺ ഡിവൈസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് മെഷീൻ എന്ന ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീന്റെ ഒപ്പം വരുന്ന സാധനങ്ങൾ മാസ്ക് വരുന്നുണ്ട് മെഷീന്റെ ഒപ്പം തന്നെ. അതുപോലെ ട്യൂബിങ് വരുന്നുണ്ട്. പവർ കേബിളും അതുപോലെ പവർ അഡാപ്റ്ററും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ഒപ്പം യൂസർ മാനുവൽ കാണാം. യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒപ്പം തന്നെ വരുന്നത്. നമുക്ക് മെഷീൻ വരുന്നത് വിത്ത് ഹ്യൂമിഡിഫയർ ആണ് വരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അഡ്വാൻസ് മോഡലാണ് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ പ്രഷർ നമുക്ക് പറയാം. പ്രഷർ വരുമ്പോൾ 30 വരെ നമുക്ക് ഇതിൽ പ്രഷർ ചെയ്യാൻ പറ്റും. ആദ്യം 20 വരുന്ന മോഡലുകളൊക്കെ ആയിരുന്നു തുടക്കകാലങ്ങളൊക്കെ വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 25 മോഡൽ വരുന്നു, ഇപ്പൊ 30 മോഡൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മാക്സിമം 30 വരെ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇൻസ്പിറേഷൻ പ്രഷർ മാക്സിമം നമുക്ക് 30 വരെ ചെയ്യാൻ പറ്റും ഇതില്. അപ്പോ പല കമ്പനികൾക്കും പല ചിലത് ഇപ്പോഴും ചില കമ്പനീസിനൊക്കെ 25 മെഷീൻസ് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു കാണാൻ ഒരേപോലെ തന്നെ ഇരിക്കുന്ന ഇതുപോലെ തന്നെ ഇരിക്കുന്ന മോഡലുകളുണ്ട്. അതിൽ 25 ഉള്ള മോഡലും വരുന്നുണ്ട്, 30 ഉള്ള പ്രഷർ വരുന്ന മോഡലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അഡ്വാൻസ് മോഡുകളൊന്നും ഇല്ലാതെ സാധാരണ സിപാപ്പ്, എസ് മോഡ്, ടി മോഡ്, എസ് ടി മോഡ് ഇത്ര മാത്രമായിട്ടുള്ള മെഷീൻ വരുന്നുണ്ട്. കാണുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കാം. പക്ഷെ ഇത് ഒരു അഡ്വാൻസ് മെഷീൻ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഡീപ്പോയിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വർക്കിംഗ് വീഡിയോസും നമുക്ക് കാണാം. ഇത് നമ്മുടെ ബൈപാപ്പ് മെഷീൻ ആണ്. ബൈപാപ്പ് മെഷീന്റെ 30 പ്രഷർ വരുന്നത്. ഇതിൽ നമുക്ക് 30 പ്രഷർ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ മോഡലാണ് ഈ ബൈപാപ്പിൽ. നമുക്ക് ബൈപാപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ബ്രീത്തിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മോഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ മോഡ്സ് ഒക്കെ പറയും. അപ്പൊ നമുക്ക് ഈ മെഷീനിൽ വരുന്ന മോഡ്സ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് മോഡ് നമുക്ക് സിപാപ്പ് മുതൽ സിപാപ്പ് മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിപാപ്പ് ഓട്ടോമാറ്റിക് സിപാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈപാപ്പിൽ എസ് മോഡ് വരുന്നുണ്ട്, ടി മോഡ് വരുന്നുണ്ട്, ബൈപാപ്പ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ബൈപാപ്പിൽ എസ് ടി മോഡ് വരുന്നുണ്ട്, പിന്നെ പ്രഷർ കൺട്രോൾഡ് മോഡ് വരുന്നുണ്ട്, പിന്നെ ടി വാക്സ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഒരു മോഡും കൂടി വരുന്നുണ്ട്. ഇത്ര മോഡുകളാണ് നമുക്ക് ഈ മെഷീനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡ് നമുക്ക് എസ് ടി മോഡ് വരുന്നുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സിപാപ്പ് മോഡും ഓട്ടോമാറ്റിക് സിപാപ്പ് മോഡും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബ്രീത്തിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്കിത് ഒരു സ്ലീപ്പ് അപ്നിയ ഡിസീസിനൊക്കെ നമുക്ക് സ്ലീപ്പ് അപ്നിയ ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഈ മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റും. സിപാപ്പും ഓട്ടോമാറ്റിക് സിപാപ്പും ഉള്ളത് കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില ബൈപാപ്പിൽ ഓട്ടോമാറ്റിക് സിപാപ്പ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ സിപാപ്പ് ഉണ്ടാവുള്ളൂ, മാനുവൽ സിപാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിതിൽ മാനുവൽ സിപാപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സിപാപ്പും വരുന്നുണ്ട്. അപ്പൊ സ്നോറിങ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക്
ഓട്ടോ CPAP ഇട്ടിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ CPAP മാത്രമായിട്ട് CPAPന്റെ മാത്രം മെഷീൻ വരുന്നുണ്ട്. CPAP മാത്രം BiPAP മോഡുകളൊന്നും ഇല്ലാതെ അങ്ങനത്തെ മെഷീനുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ BiPAP മെഷീനാണ്. അതിലും നമുക്ക് എന്തുണ്ട് CPAP മോഡ്സ് വരുന്നുണ്ട്. ജസ്റ്റ് മെഷീൻ ഓൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് വരാൻ ഇതിന്റെ ഡിസ്പ്ലേ. ഇതിന് മുകളിലായിട്ട് സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും വരുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഇപ്പുറത്തായിട്ട് റാമ്പ് ബട്ടൺ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ട്രിം നോബ്സ് വരുന്നത്. നോബ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ നോബാണ് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് കയറാണ്. സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ മോഡ് കാണിച്ചിട്ടുണ്ട്. മോഡ് നമുക്ക് ഏത് മോഡാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡുകളും ചേഞ്ച് ചെയ്യാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഷനിൽ എന്തൊക്കെ മോഡുകൾ വരുന്നുണ്ട്. CPAP മോഡ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് CPAP മോഡ് വരുന്നുണ്ട്, അതാണ് APAP എന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് S മോഡ് വരുന്നുണ്ട്. BiPAPൽ S മോഡ് സ്പോണ്ടേനിയസ് മോഡ് വരുന്നുണ്ട്. അടുത്തതായിട്ട് BiPAP ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് S മോഡ്. അടുത്തതായിട്ട് ST മോഡ് വരുന്നുണ്ട്, സ്പോണ്ടേനിയസ് ടൈം മോഡ് വരുന്നുണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ടൈം മോഡ് T മോഡ് വരുന്നുണ്ട്. അടുത്തതായിട്ട് TVAPS എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വേറൊരു മോഡ് വരുന്നത് പ്രഷർ കൺട്രോൾഡ് മോഡാണ് വരുന്നത്. BiPAPൽ പ്രഷർ കൺട്രോൾഡ് മോഡ് വരുന്നുണ്ട്. ഇത്ര മോഡ്സ് ആണ് ഈ മെഷീൻ വരുന്നത്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ST മോഡ്. ST മോഡിലിട്ടു പൊതുവെ നമ്മൾ BiPAPൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് ST മോഡ്. ST മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഏത് മോഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ സെലക്ട് ചെയ്ത മോഡിന്റെ നമുക്ക് സെറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് താഴെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. PPAP, എക്സ്പിറേറ്ററി പ്രഷർ, അതിന്റെ താഴെയായിട്ട് IPAP വന്നിട്ടുണ്ട്, ഇൻസ്പിറേഷൻ പ്രഷർ വരുന്നുണ്ട്. നമുക്കിതിൽ എത്രയാണ് നമുക്ക് പ്രഷർ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പ്രഷൻ പ്രഷർ ഓക്കെ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്പിറേഷൻ പ്രഷർ താഴെയായിട്ട് ഇൻസ്പിറേഷൻ പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഈ മെഷീൻ 30 പ്രഷർ വരുന്ന 30 ആണ് ഇതിന്റെ മോഡൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് മാക്സിമം 30 പ്രഷർ വരെ നമുക്കിതിൽ മാക്സിമം പോകാൻ വേണ്ടി പറ്റും. നോക്കി കഴിഞ്ഞാൽ ഇവിടെ 30 പ്രഷർ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണ് ആവശ്യം ഡോക്ടർ എത്ര പറയുന്നത് അനുസരിച്ചിട്ട് നമുക്കിതിൽ കൊടുക്കാം. അതിലിപ്പോ ജസ്റ്റ് ഒരു 6-12 എന്നുള്ള ഒരു ഇതിലെടുത്തുള്ള എക്സ്പ്രഷൻ 6, ഇൻസ്പിറേഷൻ 12 ആ രണ്ട് പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രഷറിന്റെ യൂണിറ്റ് അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ റെസ്പിറേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ബാക്ക് വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ വർക്കിംഗ് ആയി. സ്റ്റാർട്ടിംഗ് ഇപ്പൊ നമ്മൾ ട്യൂബ് കണക്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ടൈൽസ് ഇരിക്കുന്നത് ട്യൂബ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് മുകളിലായിട്ട് ഇവിടെ ലീക്ക് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ട്യൂബ് മാസ്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീക്ക് ഇൻഡിക്കേഷൻ ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏത് നോഡാണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നോഡാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് പ്രഷർ കാണിച്ചിട്ടുണ്ട്, ഇപ്പുറത്തായിട്ട് റാമ്പ് കാണിച്ചിട്ടുണ്ട്, ഇവിടെയായിട്ട് ഹ്യൂമിഡിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഹ്യൂമിഡിഫയർ. മെഷീന്റെ ഇപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ഇതിന്റെ ഹ്യൂമിഡിഫയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇതാണ്. അപ്പൊ അതിന്റെ ഹ്യൂമിഡിറ്റി നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാം. ഇപ്പൊ 0 മീൻസ് ഹ്യൂമിഡിഫയർ ഓഫ് ആണ്. കൺട്രോൾ ഹ്യൂമിഡിഫയർ ഓഫ് ആക്കി. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഡെലിവേർഡ് ആവുന്ന വാല്യൂസ് ഇതിൽ കാണാൻ പറ്റും. ഇന്നിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷറിന്റെയും ഫ്ലോയുടെയും വേവ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മെഷീൻ ഓഫ് ആക്കി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞു. ഹ്യൂമിഡിഫയർ എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയർ വേയും അതുപോലെ തന്നെ വായൊക്കെ ഡ്രൈ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത്.
ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഹ്യൂമിഡിഫയറിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമിഡിഫയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലായിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കണം. തിളപ്പിച്ചാറിയ വെള്ളം, പ്യൂരിഫൈഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെയായിട്ട് മാക്സിമം ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് വെക്കുമ്പോൾ ഇതിന്റെ അടിവശത്ത് വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ടെസ്റ്റ് ചെയ്യാം. ഹ്യൂമിഡിഫയർ ലോക്കൽ. ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്രയാണ് നമുക്ക് ഹ്യൂമിഡിറ്റി ആവശ്യം അതനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെള്ളം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ട്യൂബ് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമിഡിഫയർ ആവശ്യമില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ഹ്യൂമിഡിഫയർ ഊരി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെഷീന്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഈ സ്വിച്ച് പുഷ് ചെയ്യുക. അതുപോലെ അമർത്തി പിടിച്ചിട്ട് അതൊക്കെ അങ്ങനെ ഊരിടിക്കുക. അങ്ങനെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മെഷീന്റെ ബാക്ക് സൈഡിലായിട്ടാണ് എയർ ഇൻലെറ്റ് വരുന്നത്. ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, ഇവിടെ അടഞ്ഞിരിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കുറെ നാൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഡസ്റ്റ് കയറിയതായിട്ട് കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫിൽറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഫിൽറ്റർ ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ പവർ കണക്ട് ചെയ്യുന്ന ഭാഗം. പവർ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പവർ കോഡിന്റെ ഈ സോക്കറ്റിന്റെ പരന്ന ഭാഗം, ഒരു ഭാഗം മാത്രം പരന്നിരിക്കും. പരന്നിരിക്കുന്ന വശം അടിയിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ. ഓക്കെ, തിരിച്ച് കണക്ട് ചെയ്ത് നമ്മൾ പവർ കണക്ട് ചെയ്ത് മെയിൻസ് പ്ലഗ് ഓൺ ആക്കുമ്പോൾ തന്നെ മെഷീൻ ഓൺ ആകും. ഇനി നമ്മൾ ഹ്യൂമിഡിഫയർ ഇല്ലാതെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് കണക്ട് ചെയ്യാം. മെഷീൻ്റെ ഒപ്പം തന്നെ ട്യൂബ് വരുന്നുണ്ട്. ഈ ട്യൂബിന്റെ രണ്ട് എൻഡും വരുന്നത് സെയിം ഡയമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു എൻഡ് നമ്മൾ മാസ്കിൽ കണക്ട് ചെയ്യാം, മറ്റൊരു എൻഡ് മെഷീനിൽ കണക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂബ് മാറിപ്പോയി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. മാസ്ക് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാസ്കിൽ ലീക്ക് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് നന്നായി ടൈറ്റ് ചെയ്ത് വെൽക്രോ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം. മാസ്കിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലായിട്ട് ലീക്ക് അലാം ഇൻഡിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.